പരമപിതാവായ പരമാത്മാവ്, പൂർണ്ണബ്രഹ്മം, സകല സൃഷ്ടിയുടെയും രചയിതാവ് കബീർ പരമേശ്വരന്റെ അനന്തമായ കാരുണ്യത്താൽ നിങ്ങളെല്ലാ പുണ്യാത്മാക്കളും സത്സംഗം ശ്രവിക്കുവാനായി ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. ഒന്നാമതായി, ഈ പ്രാണിക്ക് മനുഷ്യ ശരീരം ലഭിക്കുക എന്നത് അത്യന്തം ദുർലഭമാണ്. മനുഷ്യ ശരീരം ലഭിച്ച പ്രാണി വളരെയധികം പുണ്യം ചെയ്ത ഒരു ജീവിയാണ്. കൂടാതെ മനുഷ്യ ശരീരം 2 വിധത്തിലാണ് ലഭിക്കുന്നത്. ഒന്ന് പരമാത്മാവിൻ്റെ നിയമമാണ്. അതായത് ഓരോ ജീവിക്കും ഓരോ ടേൺ വൈസ് കർമ്മഫലമനുസരിച്ച്, അതായത് പരമാത്മാവ് ഒരു സൈക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത്തരമൊരു ചക്രം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് എങ്ങനെയുള്ള ജീവിയാണെങ്കിലും 84 ലക്ഷം തരം ജീവികളുടെ ശരീരങ്ങളെ അനേകം യാതനകൾ അനുഭവിച്ചതിന് ശേഷം ആ ജീവിക്ക് ഒരു മനുഷ്യ ശരീരം തീർച്ചയായും ലഭിക്കുന്നു. കൂടാതെ മനുഷ്യ ശരീരം ലഭിച്ച ആ സുവർണ അവസരത്തെ അവൻ നഷ്ടപ്പെടുത്തുകയും ഭക്തി ചെയ്യാതിരിക്കുകയും ഒരു ഉത്തമ ഗുരുവിനെ കണ്ടുമുട്ടാതിരിക്കുകയും ചെയ്താൽ വീണ്ടും അത്ര തന്നെ ദീർഘമായ 84 ലക്ഷം തരം ജീവികളുടെ ശരീരങ്ങളിലെ യാതനകളെ നേരിടേണ്ടി വരും. രണ്ടാമത്തെ തരത്തിലുള്ള പുണ്യാത്മാക്കൾ മനുഷ്യ ശരീരം ലഭിച്ച ആ ജീവികളാണ്. അവർ ഏതെങ്കിലും ജന്മത്തിൽ പരമാത്മാവിൻ്റെ ഭക്തി ചെയ്തവരായിരിക്കും. അതിനാൽ ആ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് തുടർച്ചയായി പല ജന്മങ്ങളും മനുഷ്യജന്മങ്ങളായി ലഭിക്കുന്നു. അത് അവർ മുൻപ് ചെയ്ത ഭക്തിയുടെ പുണ്യഫലമാണ്. കൂടാതെ ആ പല ശരീരങ്ങളിലും മനുഷ്യ ശരീരങ്ങളെ മനുഷ്യ ജീവിതത്തിൽ ഒരു വേള അവന് ഉത്തമ ഗുരുവിനെ ലഭിക്കുന്നില്ല എങ്കിൽ ആ പ്രാണി വീണ്ടും 84 ലക്ഷം യോനികളുടെ ആ ചക്രത്തിൽ വീണുപോകുന്നു. ആദ്യമേ തന്നെ അവർ പുണ്യകർമ്മം ചെയ്ത ജീവികളാണ്. ആർക്കാണോ ഇന്നും മനുഷ്യ ശരീരം ലഭിച്ചിരിക്കുന്നത് അവർ. രണ്ടാമത്തെ തരത്തിലുള്ളവർ, അവർ അതിനേക്കാൾ നല്ല ഭാഗ്യമുള്ള പരമാത്മാവിൻ്റെ മക്കളാണ്. മനുഷ്യ ശരീരം ലഭിച്ചിട്ടുണ്ട്, പരമാത്മാവിനായുള്ള തെരച്ചിലിൽ എവിടെയെങ്കിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ്, അലയുകയാണ്, ചുറ്റിക്കറങ്ങുകയാണ്. കൂടാതെ മൂന്നാമത്തെ വിഭാഗത്തിൽ പെടുന്നവർ, അതായത് സദ്ഗുരുവിനെ ലഭിച്ച അവർ, മനുഷ്യ ശരീരം ലഭിച്ചിട്ട് ആർക്കാണോ സദ്ഗുരുവിനെ ലഭിച്ചവർ, അവരുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആ പുണ്യാത്മാക്കളിൽ ഒരാളാണ്. നിങ്ങൾക്ക് മനുഷ്യ ശരീരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ദാസിനെ ഒരു സദ്ഗുരുവിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിച്ചു. നിങ്ങളുടെ വിധി മറ്റ് ജീവികളിൽ നിന്ന്, മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്നിങ്ങനെ 3 തരം വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഒരു നല്ല വസ്തുവിനോ നല്ലൊരു വ്യക്തിക്കു വേണ്ടി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള പുണ്യകർമ്മം ചെയ്ത പ്രാണിയാണ്, ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് ഹരിയാനയിലെ ഹിസാർ ജില്ലയിലുള്ള ബർവാല സത്ലോക് ആശ്രമത്തിൽ വെച്ച് യഥാർത്ഥ ഭക്തിയും കൂടാതെ സത്സാധനയും സത്യജ്ഞാനവും ആ സത് സാഹിബ്, അതായത് അവിനാശിയായ പരമാത്മാവിനെ ലഭിച്ചു. ഈ 3 വസ്തുക്കളും 3 പദാർത്ഥങ്ങളും നിങ്ങൾക്ക് യാതൊരു പ്രയത്നവും കൂടാതെ എളുപ്പത്തിൽ കൈവന്നു. നിങ്ങൾ ആ പരമാത്മാവിൻ്റെ വജ്രവും മുത്തും രത്നവുമാണ്. ആർക്കു വേണ്ടിയാണോ അദ്ദേഹം സ്വയം യുഗങ്ങളായി അലഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷേ നിങ്ങൾ കാലന്റെ ലഹരി അമിതമായി ഉപയോഗിച്ചിരുന്നു. ആ കാരണത്താൽ നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നമ്മുടെ ആ പിതാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നാം അദ്ദേഹത്തിൻ്റെ വിരലിൽ പിടിച്ചില്ല. അതേസമയം നാം ഈ വഞ്ചകനായ കാലന്റെ വിരലിൽ പിടിച്ച് നമ്മുടെ പിതാവാണെന്ന് കരുതി. അയാൾ നമ്മളെ വഞ്ചിച്ച് കൊണ്ടുവരികയും ഇവിടെ നമ്മളെ തൻ്റെ തൊഴിലാളികളാക്കി മാറ്റുകയും ചെയ്തു. ഇയാൾ എങ്ങനെയുള്ള വഞ്ചകനാണെന്നാൽ
നമ്മെ ഈ ത്രിഗുണമായ മായയുടെ ലഹരി കുടിപ്പിച്ചു. എപ്പോഴാണോ ഈ ലഹരി ഇറങ്ങുന്നത് അപ്പോൾ വരെ നമുക്ക് നമ്മുടെ പരമപിതാവിനെ തിരിച്ചറിയാൻ സാധിക്കില്ല. അതിനാൽ ഹരിയാനയിലെ ഹിസാർ ജില്ലയിലുള്ള ബർവാല സത്ലോക ആശ്രമത്തിൽ വച്ച് ഒരു ആന്റിബയോട്ടിക് പോലെ ഈ യഥാർത്ഥ ജ്ഞാനരൂപത്തിലുള്ള സത്സംഗത്തിലൂടെ ആ യഥാർത്ഥ ജ്ഞാനം നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളിൽ നിന്ന് ആ കാലിൻ്റെ ലഹരി ഇറക്കുന്നു. ആരുടെ ലഹരിയാണോ ഇറങ്ങിയത് അവരുടെ കണ്ണുകളിൽ നിന്ന് രാത്രിയിൽ പോലും കണ്ണുനീരുതിരും. നാം എത്ര വലിയ ചതിയിലാണ് ജീവിതം നശിപ്പിച്ചുകൊണ്ടിരുന്നതെന്നും ആരെയാണ് ദൈവമായി കരുതിയിരുന്നതെന്നും ഓർത്ത് അവർക്കറിയും. നാം എന്ത് ലക്ഷ്യം വെച്ചാണ് ജീവിച്ചിരുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? പണം സമ്പാദിക്കുക, സ്വത്തുണ്ടാക്കുക, ബംഗ്ലാവ് പണിയുക, ഉയർന്ന പദവികൾ നേടിയെടുക്കുക, ബാങ്കുകളിൽ ധാരാളം നിക്ഷേപിക്കുക. അമിതമായി സമ്പാദിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം മരണവും സംഭവിക്കുന്നു. ആ സമ്പാദിച്ചതെല്ലാം ഇവിടെ തന്നെ അവശേഷിക്കുന്നു. ആ സമ്പാദ്യത്തിനിടയിൽ, ധനം ശേഖരിക്കുന്നതിനിടയിൽ എത്രത്തോളം പാപങ്ങളാണോ കൂട്ടിവെച്ചിരുന്നത് അത് ചുമലിലേറ്റി കൂടെ പോകുന്നു. അങ്ങനെ 84 ലക്ഷം യോനികൾക്കുള്ളിൽ കഷ്ടതകൾക്ക് മേൽ കഷ്ടതകൾ അനുഭവിക്കുന്നു. മനുഷ്യ ശരീരം ലഭിച്ചിട്ടും നാം വെറും കല്ല് ചുമക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നതിനേക്കാൾ വലിയൊരു ചതി ഈ ജീവിയോട് വേറെ ഉണ്ടാകാനില്ല. ലൗകികമായ ആചാരങ്ങൾക്കായി മാത്രമാണ് നാം പണം ശേഖരിക്കുന്നത്. ഒരു വശത്തു നിന്നും പണം ശേഖരിച്ചു, തെറ്റായ രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തു, കൈക്കൂലി വാങ്ങി, മോഷ്ടിച്ചു, എന്നിട്ടത് ബംഗ്ലാവ് പണിയാനോ അല്ലെങ്കിൽ വിവാഹത്തിനോ വേണ്ടി ചിലവഴിച്ചു. അവസാനം ആ പാപഭാരവും പേറി നാം സ്വയം പോയി. മറ്റെല്ലാം ഇവിടെ തന്നെ അവശേഷിച്ചു. അതുകൊണ്ട് പുണ്യാത്മാക്കളെ, ഈ സത്യവചനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നത് തന്നെ നിങ്ങളുടെ മഹാഭാഗ്യമാണ്.